ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ കണ്ടാലോ? നമ്മളിന്ന് നക്ഷത്രപ്പുളി സ്റ്റാർ ഫ്രൂട്ടാണ് ഉപ്പിലിടാൻ പോകുന്നത്. അതിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സ്റ്റാർ ഫ്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകിയെടുത്ത നക്ഷത്രപ്പുളി നമുക്കൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് തുടച്ചു മാറ്റി വയ്ക്കാം. കഴുകി മാറ്റി വെച്ച നക്ഷത്രപ്പുളി ഇതുപോലെ നമുക്ക് സ്റ്റാർ ഷേപ്പിൽ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. അതിങ്ങനെ മുറിക്കുമ്പോൾ അതിലൊരു നക്ഷത്ര ഷേപ്പിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇതിന് സ്റ്റാർ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. വട്ടത്തിൽ അരിഞ്ഞെടുത്ത നക്ഷത്രപ്പുളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നന്നായിട്ട് ഉപ്പ് ചേർത്ത് തിരുമ്മിയെടുക്കണം. അതിൻ്റെ അസിഡിറ്റി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഉപ്പ് ചേർത്ത് തിരുമ്മിയ നക്ഷത്രപ്പുളിയിലെ ഒരു കഷ്ണം കടിച്ചു നോക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോഴേ നമുക്ക് ഒരുപാട് കഴിക്കാൻ തോന്നും. പക്ഷേ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. ഉപ്പ് ചേർത്ത് വെച്ച നക്ഷത്രപ്പുളിയിൽ ഇനി കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി നന്നായിട്ട് യോജിപ്പിച്ച ശേഷം കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ജസ്റ്റ് ഒരു 2 നുള്ള് മാത്രം ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് കുറച്ച് കായപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയുടെ ടേസ്റ്റ് എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ കായപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. അവരവരുടെ ഇഷ്ടം പോലെ ചേർത്താൽ മതിയാവും. ഞാൻ കുറച്ചധികം ചേർക്കുന്നുണ്ട്. കായപ്പൊടിയും ഉലുവപ്പൊടിയും മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് നമുക്കിതൊരു പാത്രത്തിൽ അടച്ചു വയ്ക്കാം. 2 ദിവസം അങ്ങനെ ഇരിക്കട്ടെ. 2 ദിവസം കഴിഞ്ഞ് തുറന്ന് നോക്കി ടേസ്റ്റ് ചെയ്താൽ അപാരമായിട്ടുള്ള ടേസ്റ്റുള്ള നക്ഷത്രപ്പുളി ഉപ്പിലിട്ടത് കിട്ടും. ഇതെൻ്റെ ചെറിയൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ബൈ.